നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ്. 5 വർഷത്തിന് ശേഷം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് ആദ്യഘട്ടം നടക്കുകയാണ്. 7 ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഒരു മാസം നീണ്ട വലിയ പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഈ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം കേരളത്തിൽ ആദ്യമായി ആയിരിക്കാം. നേരത്തെ LDFും UDFും തമ്മിലായിരുന്നു നേരിട്ട് മത്സരമെങ്കിൽ ഇത്തവണ മിക്ക വാർഡുകളിലും BJP അല്ലെങ്കിൽ NDA വലിയ ശക്തിയായി മത്സരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മിക്ക കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ആ NDA സ്ഥാനാർത്ഥികളും പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇന്ന് 1ാം ഘട്ടമാണ്. 2ാം ഘട്ടം 11ാം തീയതിയാണ്. അതിൻ്റെ കൊട്ടിക്കലാശം കൂടി പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ ഇന്ന് നടക്കുന്നുണ്ട്. വിശദമായ വാർത്തകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിലേക്കുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറാണ്. വളരെ പെട്ടെന്ന് ആദ്യം തലക്കെട്ടുകളിലേക്ക്. 7 ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ്. 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിൽ ജനവിധി തേടുന്നത് 36,630 സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വിഴിഞ്ഞം വാർഡിലെ വോട്ടെടുപ്പ് മാറ്റി. വടക്കൻ കേരളത്തിൽ ഇന്ന് കലാശക്കൊട്ട്. 3 ആഴ്ച നീണ്ട പരസ്യ പ്രചാരണം സമാപിക്കും. 7 ജില്ലകളിൽ മറ്റന്നാൾ വോട്ടെടുപ്പ്. SIRൽ നിന്ന് പാർലമെന്റിൽ ചർച്ച. 10 മണിക്കൂർ ചർച്ചയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല. പ്രതിപക്ഷത്തു നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുക രാഹുൽ ഗാന്ധി. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗിക അതിക്രമത്തിനു കേസ്. പരാതി നൽകിയത് IFFK ജൂറി അംഗം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ FIR ഇട്ടത് കണ്ടോൺമെന്റ് പോലീസ്. ആരോപണം നിഷേധിച്ച് PT കുഞ്ഞുമുഹമ്മദ്. ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ 2020 ഇന്ന് മത്സരം കട്ടക്കിൽ വൈകിട്ട് 7 മണിക്ക്. സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 7 ജില്ലകളിലെ വോട്ടർമാരാണ് അല്പസമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയം മുമ്പ് മോക്ക് പോളിംഗ് നടന്നു. 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലാണ് ഇന്ന് വിധി എഴുതുക. 1,33,83,789 വോട്ടർമാർ 1ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. 36,630 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വാർഡിൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. VV അരുൺ അവിടെയുണ്ട്. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഒരു പ്രാവശ്യം മാത്രം തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ലേറ്റ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷെ കന്നി വോട്ടർ അല്ലാന്ന് തോന്നുന്നല്ലേ, ക്യൂവില് 2 പേര് മുമ്പിലുണ്ട്. ഏതാ ആദ്യ വോട്ടല്ല, ഞങ്ങളുടെ വീട്ടില് പ്രഥമ സ്ഥാനീയാണ്, അമ്മായിയമ്മയാണ്. ലോക്കൽ ബോഡിയിലെ വോട്ട് ഇവിടെ തന്നെ നിലനിർത്തിയിരുന്നു അല്ലെ, മറ്റേ തൃശ്ശൂരേക്ക് മാറ്റാതെ ഇവിടെ തന്നെ. അല്ല, അതങ്ങനെയാണല്ലോ. സംവിധാനം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ. എല്ലാം ഒന്നാവട്ടെ. അതിനുവേണ്ടി കൂടെ ഒക്കെയല്ലേ ചർച്ച നടക്കുന്നത്. തിരുവനന്തപുരം BJP വലിയ പ്രതീക്ഷ കാണുന്ന പ്രതീക്ഷയല്ല, ഇത്തവണ കിട്ടും. എടുക്കും. തൃശ്ശൂർ എടുത്തതുപോലെ എടുക്കാണോ? തിരുവനന്തപുരത്ത് VV അരുൺ, ശാസ്തമംഗലത്താണ് അരുണുള്ളത്. ഡാൻ കുര്യനും കാഞ്ഞിരംപാറയിലുണ്ട്. ഡാനി ഇപ്പോൾ പറവൂരിലും ചേരും. ആജ്ഞ രവീന്ദ്രനും കൊച്ചി കോർപ്പറേഷൻ മേഖലയിലുണ്ട്. G ശ്രീത്താകട്ടെ ചങ്ങനാശ്ശേരിയിൽ, വിനീഷ് കൊട്ടാരക്കരയിൽ. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ തെക്കൻ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. അരുണ്, സുരേഷ് ഗോപി രാവിലെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട് തിരുവനന്തപുരം എടുക്കുമെന്ന കാര്യത്തിൽ. വലിയ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ മേഖലയാണ് തിരുവനന്തപുരം, സംശയമില്ല. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. രാവിലെ എങ്ങനെയുണ്ട് വോട്ടർമാർക്ക് ആ ആവേശം, പ്രചരണ രംഗത്തെ ആവേശം ഈ ബൂത്തുകളിലേക്ക് കാണുന്നുണ്ടോ? ആളുകളൊക്കെ എത്തി തുടങ്ങിയോ കാര്യമായി?
രജിത, പോളിംഗ് തുടങ്ങാൻ ഇനി 9 മിനിറ്റ് മാത്രം ബാക്കിയാണ്. വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ആർ ശ്രീലേഖ, ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഇവിടെ എത്തുകയാണ്. ഈ ബൂത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിക്കും വോട്ടുള്ളത്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും വോട്ടുള്ളത്. അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തി. അദ്ദേഹം പാർലമെന്റ് സെഷനിൽ പങ്കെടുക്കാൻ പോകുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എപ്പോഴും ആദ്യ വോട്ട് എന്നുള്ളത് തൻ്റെ ഒരു താല്പര്യമാണ്. ഇന്ന് പാർലമെന്റ് കൂടി ഉള്ളതുകൊണ്ട് ഈ സമയത്തെത്തി. അദ്ദേഹം ഭാര്യ രാധികയ്ക്കൊപ്പമാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ആർ ശ്രീലേഖ സുരേഷ് ഗോപി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ശ്രീലേഖ തിരുവനന്തപുരത്തിൻ്റെ പ്രധാന പദവിയിലെത്തണമെന്ന് പലതവണ സുരേഷ് ഗോപി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ പോരാട്ടമാണ് ഈ ശാസ്തമംഗലം വാർഡിൽ ഉൾപ്പെടെ നടക്കുന്നത്. CPM-ന്റെ യുവ സ്ഥാനാർത്ഥി അമൃതയാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്, എതിർ സ്ഥാനാർത്ഥിയായി. ഏതായാലും അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി ആദ്യം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ചെറിയ ക്യൂ, ഈ സാധാരണഗതിയിൽ രാവിലെ തന്നെ വലിയ ക്യൂ വരുന്ന ഒരു ബൂത്താണിത്. ഇവിടെ ഇപ്പോഴും ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്, രാവിലെ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ശൈലിക്ക് ഇവിടെ ആളുകളൊക്കെ സംസാരിക്കുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ വോട്ടെടുപ്പ് ആരംഭിക്കാനുള്ളൂ. ഇവിടെ എല്ലാ ബൂത്തുകളിലും ചെറിയ രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. സാധാരണ രീതിയിൽ വലിയ തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നൊരു ബൂത്താണിത്, സ്കൂളാണത്. പല ബൂത്തുകളുണ്ട് ഇവിടെ. സ്കൂൾ ശക്തമായ തിരക്ക് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്ന് അത്തരമൊരു തിരക്ക് കാണാനില്ലെങ്കിൽ പോലും എല്ലാ ബൂത്തുകളിലും ആളുകൾ ക്യൂവിൽ എത്തിയിട്ടുണ്ട്. അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭ, ഈ ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലൊന്ന് തിരുവനന്തപുരം നഗരസഭയാകും. അവിടെ ഇതവണയും ഒരു 50 സീറ്റിന് മുകളിൽ അനായാസം എത്തും. 75 സീറ്റെന്നാണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. 75 സീറ്റ് ഇടതു മുന്നണിക്ക് ലഭിക്കും എന്ന് അദ്ദേഹം പറയുന്നു. 50-ലേറെ സീറ്റ് നേടി BJP ഇത്തവണ അധികാരം പിടിക്കും. 6 മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ കൊണ്ടുവന്ന വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നൊരു ആഗ്രഹവും അവകാശവാദവുമാണ് BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ ഇത്തവണ തിരിച്ചു വരും എന്ന് ഉറപ്പിച്ചു പറയുന്നു. അവർ ആദ്യഘട്ടം മുതൽ അങ്ങനെ ഒരു പ്രചരണ രീതിയിലേക്ക് പോയിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ശബരിനാഥനെ അടക്കം രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കോൺഗ്രസും പോയിരുന്നു. ഏതായാലും 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ആദ്യ വോട്ട് വീഴാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ശക്തമായ പോളിംഗ് തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നത്. കാരണം ഒരു മാസം ആ രീതിയിലുള്ള പ്രചരണമായിരുന്നു, വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണം. ഓരോ വോട്ടും ഓരോ വോട്ടറെയും നേരിൽ കണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി നോക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും അതിനിർണായകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചകമായി മാറാറെന്ന് പറയുമ്പോഴും പലപ്പോഴും അങ്ങനെ അല്ലാത്ത സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുമുന്നണിക്കുണ്ട്. 2010 അതിനൊരു അപവാദമായിട്ടുള്ളത്. ആ ഒരു പാറ്റേൺ നിലനിർത്താൻ കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതിനൊപ്പം തന്നെ ക്ഷേമ പ്രഖ്യാപനങ്ങളുമാണ് ഇടതുമുന്നണിയുടെ പ്രധാന പ്രചരണ വിഷയം. ആ വിഷയം അതിൽ ഒരു ആത്മവിശ്വാസവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിവാദങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമാണ് എന്നൊരു പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. UDF ആകട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാൻ ശ്രമിച്ചത്. ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി ഉണ്ടാകുമെന്നവർ പ്രതീക്ഷിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികളാണ് കോൺഗ്രസിന് ഒരർത്ഥത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയത്. അവസാന ഘട്ടമെങ്കിലും അതിൽ നിന്ന് മറികടക്കാൻ, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ അതിൽ നിന്ന് മറികടക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുമുണ്ട്. BJP കഴിഞ്ഞ തവണയൊക്കെ വലിയ ശക്തമായ പോരാട്ടം നടത്തിയ പാർട്ടിയാണ്. ഇപ്പോൾ മുന്നണി നിലയിൽ മത്സരിക്കുമ്പോൾ അവർ കഴിഞ്ഞ തവണ പാലക്കാടും 12 നഗരസഭകളാണ് പ്രധാന നഗരസഭകളിൽ അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ തിരുവനന്തപുരം നഗരസഭയും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും ഒക്കെ പിടിക്കുമെന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനും കൊച്ചി കോർപ്പറേഷനൊക്കെ തിരിച്ചു പിടിക്കുക വലിയ അഭിമാന പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് അവർ 10 സീറ്റിൽ കഴിഞ്ഞ ഒതുങ്ങി. അതിൽ നിന്ന് വേണം അവർക്ക് 51 എന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ. 101 വാർഡുകളിലാണ് ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. വിഴിഞ്ഞം വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലെന്ന് അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചിരുത്തുന്നതാണ് വിഴിഞ്ഞത്തെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. അങ്ങനെ 100 വാർഡുകളിലാണ് ഇന്ന് തലസ്ഥാന നഗരസഭയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്.
ജില്ലാ പഞ്ചായത്തിലേക്കും ശക്തമായ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് CPM വലിയ മേധാവിത്വമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ. പക്ഷേ ഇത്തവണ മാറ്റം വരും. നേരത്തെയൊക്കെ കൂടെ നിന്ന സീറ്റുകൾ പലതും തങ്ങളെ പിന്തുണയ്ക്കും, ഡിവിഷനുകൾ പലതും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് UDF-നുള്ളത്. BJP-യും ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനമൊക്കെ ആ കണക്കുകളൊക്കെ വെച്ച് തന്നെയാണ് BJP ഈ പ്രതീക്ഷ മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതിശക്തമായ പോരാട്ടം ഈ തിരുവനന്തപുരത്ത് നഗരസഭയിലേക്കായാലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കായാലും അതിശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം അരുണുള്ളത്. അവിടെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുള്ള സുരേഷ് ഗോപിയൊക്കെ വോട്ട് ചെയ്യുന്ന മേയർ സ്ഥാനാർത്ഥിയായി BJP മുൻനിർത്തിയിരിക്കുന്ന ശ്രീലേഖയൊക്കെ വോട്ട് ചെയ്യുന്ന ബൂത്തിലാണ്. അവിടെ തിരക്ക് രാവിലെ മുതൽ അല്പം ചെറിയൊരു ക്യൂ ഒക്കെ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ക്യൂ ഒക്കെ ഉണ്ട്. അല്പസമയം കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കണം. തിരുവനന്തപുരം ശാസ്താമംഗലത്ത് നിന്നാണ് അരുൺ ചേർന്നത്. ഡാൻ കുര്യനുള്ളത് നമുക്ക് ഡാനി പോളിലേക്ക് പോകണം. പറവൂരിലാണ് ഡാനി പോൾ ഉള്ളത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു ബൂത്താണ് എന്ന് മനസ്സിലാക്കണം. അവിടെ എറണാകുളത്തും തിരുവനന്തപുരത്തുകാർ നേരത്തെ പറഞ്ഞു വലിയ ശക്തമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്നു. സമാനമായി തന്നെ എറണാകുളത്തും അവിടെ ഇത്തവണ വലിയ പോരാട്ടമായിരുന്നു. ഇത്തവണ NDA അല്ലെങ്കിൽ BJP വലിയ പ്രതീക്ഷ ആ മേഖലയിലും അർപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ് കൊച്ചി, നമുക്കറിയാം. അത് വർഷങ്ങളായി ഭരിച്ചിരുന്ന UDF-ൽ പിടിച്ചെടുത്തതാണ്. ഇത്തവണ UDF രണ്ടും കൽപ്പിച്ചാണ്. LDF-ഉം ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. BJP-യുടെ സ്ഥാനാർത്ഥികളും പല സ്ഥലങ്ങളിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ഡാനി, ഇതിപ്പോൾ രാവിലെ കുറച്ച് ആളുകളെ കാണാം ഡാനിയുടെ തൊട്ട് പുറകിൽ. ഒരു ക്യൂ ഒക്കെ രൂപപ്പെട്ട് തുടങ്ങിയോ? സാധാരണ ഈ 7 മണി സമയത്തേക്ക് ഒക്കെ ആളുകൾ വന്ന് തിരക്കിനൊക്കെ മുമ്പ് വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അത് കാണുന്നുണ്ടോ അവിടെ? അത്തരമൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലേക്ക് തന്നെ എത്തി തുടങ്ങുന്നു എന്ന് തന്നെയാണ്. രാവിലെ ഇപ്പോൾ നമ്മൾ പറവൂരാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച ശരിയാണ്. പറവൂര് പ്രതിപക്ഷ നേതാവിൻ്റെ ആ ബൂത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. KCD ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്നിടത്താണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ശക്തമായ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന ഒരു ഇടമാണ് എറണാകുളം ജില്ല. കാരണം ജില്ലയിൽ വലിയ രീതിയിൽ UDF-ന് ഒരു മേൽക്കോയ്മയുണ്ട് എന്ന് നമുക്കറിയാം. പല കാലങ്ങളിലായിട്ട് അത് പലപ്പോഴും തന്നെ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായൊരു പോരാട്ടം എല്ലാ കാലത്തും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരിടം കൂടിയാണ്. ജില്ലയിലെ 111 തദ്ദേശ സ്ഥാപനങ്ങളിൽ 2220 വാർഡുകളിലായി 7374 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ജില്ലയിൽ 26 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഉള്ളത്. ജില്ലയിൽ ആകെ 3021 പോളിംഗ് സ്റ്റേഷനുകളും ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു നില എന്ന് പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം. അതെടുത്ത് പറയേണ്ടത് കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ഒരു മേഖലകളിൽ തന്നെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നെല്ലാം തന്നെ പറയാവുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല എന്ന സൂചനകൾ തന്നെയാണ് പൊതുവിലുള്ളത്. കാരണം കഴിഞ്ഞ തവണ വിമതരുടെ ശല്യം അടക്കമുണ്ടായിരുന്നു. പക്ഷേ ആ UDF വിമതർ തന്നെ ഇടത് പാളയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ ഏത് വിധേനയും തിരിച്ചു പിടിക്കാനുള്ള വലിയ ഒരു പോരാട്ടവും ശ്രമവും എല്ലാം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ശക്തമായ ഒരു മത്സരം കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നു. ജില്ലാ പഞ്ചായത്ത് കാലങ്ങളായിട്ട് UDF-ന്റെ ഒരു കുത്തക എന്നെല്ലാം തന്നെ പറയാവുന്ന ഒരു മേഖലയാണ്. അതിൽ ഇത്തവണയും ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പോളിംഗ് നടപടികളിലേക്ക് കടക്കുകയാണ്. ഇവിടെ 7 മണിയായി കഴിഞ്ഞു. പോളിംഗ് നടപടികൾ രാവിലെ മുതൽ തന്നെ മോക്ക് പോളിംഗ് അതിൻ്റെ തിരക്കുകളും മറ്റുമായിരുന്നു. ഇപ്പോൾ പോളിംഗ് നടപടികൾ, അതായത് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു, വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യം 7 മണിക്ക് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടപടികൾ ആരംഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദ്യോഗസ്ഥരുടെ ഊഴമാണ്, വോട്ടർമാരുടെ ഊഴമാണ് ഇനിയും വളരെ സുഗമമായി കൃത്യമായി തന്നെ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളത്. കൃത്യം 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നടപടികൾ നീണ്ടു നിൽക്കുക. ഡാനി, തുടരാം. വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതിൽ മോക്ക് പോളിംഗ് എല്ലാം കഴിഞ്ഞ് സജ്ജമായ ഇടങ്ങൾ, അവിടേക്ക് ഇപ്പോൾ മോക്ക് പോളിംഗ് കഴിഞ്ഞ് പോളിംഗ് തുടങ്ങിയിരിക്കുന്നു.
കൃത്യം 7 മണിക്ക് തന്നെ അതിൻ്റെ ഒരു നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന മുതിർന്ന പൗരന്മാരുൾപ്പെടെയുള്ളവരാണ് കൂടുതലായിട്ട്. കാരണം രാവിലെ ഒരു തിരക്ക് ഒഴിയുന്ന ഒരു സമയം എന്ന രീതിയിലാണ് കാണുന്നത്. അത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും തിരക്ക് വരാനുള്ളൊരു സാധ്യത, പ്രത്യേകിച്ച് ഈ മേഖലകളിലേക്കെല്ലാം വരുമ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയുടെ നഗരത്തിൽ നിന്ന് മാറി ഇങ്ങോട്ട് പറവൂർ ഭാഗത്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ കഴിയുമ്പോൾ തിരക്ക് ഒഴിയുന്ന ഒരു തിരക്ക് കൂടുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നു എന്നതാണ്. അതാ ഒരു വലിയ സന്തോഷത്തിൽ പോളിംഗ് ആദ്യത്തെ വോട്ട് ചോദിച്ചോളൂ. അതൊരു ആഗ്രഹമാണ്. നടക്കാറുണ്ട്. അതെ, ഞാൻ 5:30 കൂടി എത്തും. അതെ, ശ്രമിക്കാറുണ്ട്, നടക്കാറുണ്ട്. വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് പങ്കുവച്ചത്. കാരണം നാളുകളായിട്ട് ഈ ഒരു ആദ്യ വോട്ടർ, ഈ ബൂത്തിലെ ആദ്യ വോട്ടർ എന്നൊരു ശീലം അദ്ദേഹം തെറ്റിക്കാറില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ രീതിയിലേക്കാണ് ഇങ്ങനെ ഇത്തരം ഒരു സന്തോഷങ്ങളും എല്ലാം തന്നെ നിറയുന്ന ഒരിടം കൂടിയാണ്. ചില കൃത്യമായി വോട്ട് ചെയ്ത് പോകുന്നവർ കൂടുതലായും തന്നെ മുതിർന്ന പൗരന്മാർ തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നു, പുതിയ ആളുകൾ, പുതിയ ഒരു കാലഘട്ടം പലരും തന്നെ തെരഞ്ഞെടുപ്പിനോട് വലിയ രീതിയിലുള്ള ഒരു ആഭിമുഖ്യം കാണിക്കാറില്ല, അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതെല്ലാം തന്നെ ഒരാക്ഷേപമായിട്ട് ഉന്നയിക്കാറുണ്ട്. എന്തായാലും അതും മാറി വരട്ടെ. കാരണം ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവരും ഇതിലേക്ക് തന്നെ വന്നു നിന്നുകൊണ്ട് വോട്ടെടുപ്പിലേക്കെല്ലാം തന്നെ സജീവമാകേണ്ടതാണ്. ഏതായാലും കുറച്ചുകൂടി മുതിർന്ന പൗരന്മാർ തന്നെയാണ് ഇതിനോട് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ പോളിംഗ് സ്റ്റേഷനിലേക്കും ബൂത്തുകളിലേക്കും എല്ലാം എത്തുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവുന്നതും അത് തന്നെയാണ്. ഇവർ കൃത്യമായി രാവിലെ തന്നെ വന്ന് ആ ഒരു കാര്യം, മറ്റ് തിരക്കിൽപ്പെട്ട വോട്ട് നഷ്ടമാകരുത് എന്ന കൃത്യമായ ഒരു സന്ദേശവും എല്ലാം തന്നെ നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് വരികയാണ് എന്നാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വാശിയേറിയ പോരാട്ടം നടന്ന തെക്കൻ ജില്ലകളിൽ, വാശിയേറിയ പ്രചരണം നടന്ന തെക്കൻ ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, പൗരന്മാരുടെ ജനാധിപത്യ അവകാശം, അവരുടെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അവരുടെ മനസ്സ്, അവരുടെ അവകാശം വിനിയോഗിക്കാനുള്ള സമയം ഇന്ന് അവരുടെ ദിവസമാണ്, വോട്ടർമാരുടെ ദിവസമാണ്. അവർ തീരുമാനിക്കും തങ്ങളെ ഇനി ആര് ഭരിക്കണം എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വോട്ട് ചെയ്യാനായി എത്തുന്നു. അദ്ദേഹം അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയം UDF-നെ ചില്ലറയൊന്നുമല്ല കുഴപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല സ്വർണ്ണക്കള്ള LDF-ന് വിശദീകരിക്കാൻ, പല വീടുകളിലും എത്തി വിശദീകരിക്കാൻ വലിയ പാടുപെട്ട സന്ദർഭം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വേള. അങ്ങനെ രണ്ട് മുന്നണികൾക്കും ഒട്ടും ഹിതകരമല്ലാത്ത പല സംഭവവികാസങ്ങളും അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇവിടെ. ഇതിലേതാണ് ജനത്തിന് കൂടുതൽ വോട്ട് ചെയ്യാൻ ജനത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം. നമുക്കറിയാം, ഭരണവിരുദ്ധ വികാരത്തിൽ അവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. നിയമസഭയിൽ അധികാരത്തിലെത്തുക എന്നുള്ള വലിയ ലക്ഷ്യം മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനുള്ള സെമി ഫൈനലായി ഈ പോരാട്ടത്തെ കാണുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ സമരവീരത്തിൻ്റെ അല്ലെങ്കിൽ പോരാട്ടവീരത്തിൻ്റെ ഒരു ഉരകല്ലായി പോലും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാകാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു മുൻപ് നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ വിജയം UDF-ന് സമ്മാനിച്ചു എങ്കിൽ പോലും വളരെ കൃത്യമായി തന്നെ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ജനം എന്ത് കരുതും, എന്ത് വിചാരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ അരുണൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 5-6 മാസം മുൻപാണ്. അവിടെ വളരെ കൃത്യമായി തന്നെ ജനമനസ്സറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളായി കൂടി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. നടൻ സുരേഷ് ഗോപി, നടൻ തൃശൂർ MP, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി
വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശാസ്തമംഗലം വാർഡിലെ തൻ്റെ ബൂത്തിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നു. രാവിലെ തന്നെ അദ്ദേഹം ക്യൂ നിന്ന് ഭാര്യയ്ക്കും ഭാര്യയുടെ അമ്മയ്ക്കും ഒപ്പമാണ് ബൂത്തിലേക്ക് എത്തിയത്. ഇന്ന് പാർലമെൻറ്റ് സമ്മേളനമുള്ള ഒരു ദിവസമാണ്. പാർലമെൻറ്റിൽ ഇന്ന് SIR-മായി ബന്ധപ്പെട്ട് സമഗ്ര വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 10 മണിക്കൂർ ചർച്ച ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായി പക്ഷേ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനുശേഷം മറ്റൊന്ന് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച രാജ്യസഭയിലുമുണ്ട്. ഇത്തരം നടപടിക്രമങ്ങളിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി കേന്ദ്രമന്ത്രിക്കുണ്ട്. ഒരുപക്ഷെ ഇതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്കായിരിക്കും യാത്ര തിരിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ശാസ്തമംഗലത്തെ വാർഡിൽ രാവിലെ തന്നെ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് BJP ഭരണം പിടിക്കും എന്നാണ് വലിയ ആത്മവിശ്വാസത്തോടുകൂടി മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പറഞ്ഞത്. രാവിലെ തിരുവനന്തപുരം എടുക്കുമോ എന്ന ചോദ്യത്തിന് കൈ ചുരുട്ടി വിജയം കാണിച്ചാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഒരു പക്ഷത്തിന് ശേഷവും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. മറ്റൊരു വിൻഡോയിൽ കാണുന്നത് BJP നേതാവ് കൃഷ്ണകുമാർ, നടൻ കൂടിയായ കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ച കൂടി കാണാം. നേതാക്കളൊക്കെ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാവിലെ തന്നെ സാധാരണയായി വോട്ട് രേഖപ്പെടുത്താറുണ്ട്. അതിനുശേഷം അവർക്ക് അവരുടെ പ്രചരണ പരിപാടികളിലേക്ക്, നിശബ്ദ പ്രചരണ പരിപാടികളിലേക്ക് കൂടി കടക്കണം. പല ബൂത്തുകളിലും പല വാർഡുകളിലും എത്തേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. കൊച്ചിയൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് നമുക്കറിയാം. കാലങ്ങളായി UDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോർപ്പറേഷൻ. അവിടെ കേവലം ചെറിയ സീറ്റുകൾക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരുങ്ങുന്നുണ്ടായിരുന്നു. അത് ഇത്തവണ തിരിച്ചു പിടിക്കുക എന്ന വാശിയിലാണ് UDF സംവിധാനം മുഴുവൻ അരയും തലയും ഉറുക്കി ഇറങ്ങിയത്. അത് എങ്ങനെ ഏത് തരത്തിൽ ജനം കണ്ടു എന്നുള്ളത് ഇന്നറിയാം. ഏതായാലും ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ മത്സരിക്കുമ്പോൾ വാശിയേറിയ പോരാട്ടമാണ്. ഒരുപക്ഷെ ഭാവി കേരളത്തിൽ ആരൊക്കെ നിലനിൽക്കും, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനമുണ്ടാകും എന്നൊക്കെ അറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഒരു മൂന്നാം മുന്നണിയായി NDA ഉദയം ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നതുകൂടി മനസ്സിലാക്കണം. അങ്ങനെ വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വോട്ടെടുപ്പിന് ശേഷം, വോട്ട് ചെയ്തതിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു പക്ഷേ മാധ്യമങ്ങളെ ബൂത്തിന് വെളിയിൽ വെച്ച് അദ്ദേഹം കണ്ടേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. വോട്ടെടുപ്പിൻ്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി കാഞ്ഞിരമ്പാറയിൽ സുരേഷ് ഗോപി സംസാരിക്കും. നീക്കിപ്പിടിക്കണേ, മൈക്കൊന്ന് നീക്കിപ്പിടിക്കണേ. അതല്ലേ ഇത്തിരി മുമ്പോട്ട് പിടിച്ചു. ഇത് ലോക്സഭയിൽ താങ്കളുടെ ഒരു മാറ്റം വന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എന്ത് സംഭവിക്കും? BJPയുടെ ഒരു പ്രതീക്ഷ എന്താ? തിലകം തിരുവനന്തപുരത്ത്, തൃശ്ശൂർ എടുക്കുക കഴിഞ്ഞുള്ള മറ്റൊരു തിലകമണിയും തിരുവനന്തപുരം ഉറപ്പായിട്ടും. വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെ. വികസനോന്മുഖമായ പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷനിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിൻ്റെ രാജ്യമെമ്പാടുമുള്ള, ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിൻ്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം, കൽപ്പന, സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ
കാലാവസ്ഥ കൊണ്ടാണ്. പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണോ ആ ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. തിരുവനന്തപുരം നഗരസഭയിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാവുമോ? എങ്ങനെയാണ് ഏറ്റവും തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നാണോ വിലയിരുത്തൽ? എങ്ങനെയാണ്? കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. മോദിയെ കൊണ്ടുവരും, ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്നതൊക്കെ ഒളിമ്പിക്സ് കേരളത്തിലല്ല കൊണ്ടുവരുന്നത്. കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത്? കേരളത്തിനൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ? കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ്? ഇവിടെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ, ഒരു സീനിയർ അല്ല, എനിക്ക് തോന്നുന്നൊരു 32-35 വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്ന് പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നുകൊണ്ടാണ് പറഞ്ഞത്. ലാക്കിങ്സ്. അപ്പോൾ അതിൽ നിന്ന് സർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ, വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അവകാശിക്ക് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല? പക്ഷേ രാജ്യത്തിനൊരു ഒളിമ്പിക്സ് രാജ്യത്തിന് പോലും കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നമാണ്. അങ്ങനല്ലേ? ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി? അങ്ങനെയാണോ? ഫിഫ ആയാലും ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്ത് വ്യക്തമാക്കി അറിയിക്കും, ഞങ്ങൾക്ക് ഇന്ന കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഒളിമ്പിക് അസോസിയേഷൻ ഇത് കൊടുക്കുന്നത്. ഇന്ത്യക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ്. കമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആർക്കെങ്കിലും മുൻഗണനയുണ്ടെങ്കിൽ അവർക്ക് പോകും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇതൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ഉറപ്പായിട്ടും ജനങ്ങൾക്കതേ ഉള്ളൂ. വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് വിശ്വാസികൾ നോക്കിക്കൊള്ളും. ആ വിശ്വാസികളുടെ കരുത്ത് വോട്ടിങ്ങിൽ വരും. പക്ഷെ അപ്പോഴും താങ്കളുടെ ഒരു സഹപ്രവർത്തകന് ഒരു കേസിൽ നിന്ന് ദിലീപിനെ ഇന്നലെ വെറുതെ വിട്ടു. സോറി ഈ തദ്ദേശ സോറി അത് കോടതി തീരുമാനിച്ചോളും. ഞാൻ 2017 ഇത് തന്നെയാണ് പറഞ്ഞത്. കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കട്ടെ. ആയിട്ടില്ലല്ലോ. ഇല്ല, ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ. ഫൈനൽ വിധി വന്നിട്ടില്ല. വിധി പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ 2 ദിവസം 12-ാം തീയതി വരെ കാത്തിരിക്കണം. ആയില്ലേ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിലെ തന്റെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസമുണ്ട് മുഖത്ത്. താൻ വോട്ട് ചെയ്ത വിരൽ ഉയർത്തി കാട്ടി. ഐതിഹാസികമായൊരു തിരിച്ചുവരവ് UDF ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇന്നലെ 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് UDFന്റെ പ്രവർത്തകരെല്ലാം. ജനങ്ങൾ UDFന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത്. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണമോഷണം ഉന്നതരായ CPM നേതാക്കൾ അതിൽ പങ്കാളികളാണ്. ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും CPM എടുത്തിട്ടില്ല. അവരെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ്. ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഗവൺമെന്റ് അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ്.
അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു. പക്ഷേ SITയുടെ മീതെ SIT നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത്, എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദമുണ്ടായി. കുറച്ച് ദിവസം കൊണ്ട് നീട്ടിവെക്കാം. ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്. എങ്കിലും കേരളത്തിലെ ഭക്തജനങ്ങൾ മാത്രമല്ല, കേരളം മുഴുവൻ ഇത്തരം കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധങ്ങൾ. ജനങ്ങൾക്കെതിരായി UDF അവതരിപ്പിച്ച കുറ്റപത്രം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട്. രണ്ടാമത്തെ വിഷയം, ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം UDF നടത്തി. ഞങ്ങൾ ടീം UDF ആയിട്ടാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ കൂടി ഒരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നല്ല വിജയമുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഞങ്ങൾക്ക് 20-ൽ 18 സീറ്റും ലഭിച്ചതാണ്. ഈ ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ. പക്ഷെ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജുണ്ട് UDFന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രുചിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിൽ ഒരു എഡ്ജുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും. ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും, ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും. എല്ലാ രംഗത്തും UDFന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ്. അല്ല, തീർച്ചയായും അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളല്ലേ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ്. ഉറപ്പായിട്ടും അതൊരു വിഷയമാണ്. വിഷയം അല്ലാതെ പോകുന്ന എങ്ങനെ? ഞങ്ങളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെയും പ്രതിരോധത്തിലായത് CPM ആണ്. കാരണം ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികളും കാര്യങ്ങളും എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിൽ മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ വീണ്ടും പ്രതിരോധത്തിലായത് CPM ആണ് പ്രതിരോധത്തിലായത്. CPM ഇത് അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താം എന്ന് തെറ്റിദ്ധരിച്ചു. അതിലേയും തിരിച്ചടി അവർക്കുണ്ടാവും ആ വിഷയത്തിൽ. കാരണം ആ വിഷയത്തിൽ അവർ പ്രതിക്കൂട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ, അവരെയൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളാരെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല, ഞങ്ങളാ കൈ വിട്ടു. വേണ്ടാത്ത കാര്യം വന്നപ്പോൾ ഞങ്ങളാ കൈ വിട്ടു. മുഖ്യമന്ത്രി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ, ഇപ്പോഴും വിട്ടിട്ടില്ലല്ലോ കൈ. അതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അതെ, അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ, നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും പോകണമല്ലോ. ഗവൺമെന്റ് എല്ലാ പ്രോസിക്യൂഷൻ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക, ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക. ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. ഇത് അവസാന വിധിയല്ലല്ലോ, അപ്പീൽ കോടതി ഉണ്ടല്ലോ. ഞാൻ കോടതി വിധി വരാത്തതുകൊണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത്. കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയും. ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല, പകുതിയെ ജയിച്ചുള്ളൂ. പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ, പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ സാധാരണ പോകണം. അതിജീവിതക്കെതിരെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് അതിപ്പോ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ജോലിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക്. മര്യാദ കിടക്കുന്ന മാന്യന്മാരെ തെറിയഭിഷേകം ചെയ്യുകയും അവരെ ചെളി കൊണ്ട് വാരി പൊത്തുകയും ചെയ്യുന്ന പരിപാടിയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അത് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി. സോഷ്യൽ മീഡിയ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നല്ല ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെയുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി സോഷ്യൽ മീഡിയ കൊണ്ട് ആളുകൾ, നിങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ടത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിലല്ലേ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നം. വനിതാ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലാണ്. ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഇതിനൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിന് പണം കൊടുത്തും അല്ലാതെയും അവരെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അതിക്രമം അവസാനിപ്പിച്ച മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ആര് തെറ്റ് ചെയ്താലും, അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും തെറ്റ് തന്നെയാണ്. ഞങ്ങളൊന്നും അതിനെ ന്യായീകരിക്കില്ല ഒരിക്കലും. ഒരു സ്ത്രീക്കെതിരെ ഒരു തെറ്റ് ചെയ്താൽ
അതിന് നീതിന്യായ സംവിധാനങ്ങളുണ്ട്, അതുവഴി പോവാം. സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല, കുറ്റം ചെയ്യാം. പക്ഷേ സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുക എന്നത് ഇപ്പോൾ പതിവാണ്, അപമാനിക്കപ്പെടുകയാണ്. പുരുഷന്മാരും അതെ, ഞാനെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്കൊക്കെ എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ചിലർ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. ചില യൂട്യൂബ് ചാനലുകൾ ഡെയിലി 5-10 കാർഡുകളും വീഡിയോയും ഇടുകയാണ്. മനസ്സിലായില്ലേ? നമുക്കൊക്കെയുള്ള ആത്മവിശ്വാസവും ജനങ്ങൾ അത് മറികടന്ന് ചിന്തിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. വളരെ അല്ല, ഞാൻ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ ആരെങ്കിലും കുറിച്ചല്ല പറയുന്നത്. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിലെ ഈ ഒരു നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായിട്ടാണ് ഒരു നടപടി എടുത്തത്. ആർക്ക് നേരെയായിരുന്നു ആക്രമണം? എനിക്ക് നേരെയായിരുന്നു. നിങ്ങളെല്ലാം കണ്ടതല്ലേ, നിങ്ങൾ തന്നെ ചോദിക്കുകയും ചെയ്താൽ. ഞാനപ്പോൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി അത് ഇന്നായാലും നാളെയായാലും അതാണ്. നമ്മളെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തീരുമാനം. അത് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താണെന്ന്. എല്ലാവർക്കും അവരവരുടെ വശങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വിധി വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്, ആ തെളിവുകൾ എത്രമാത്രം വിശ്വസനീയമാണ്, ആ തെളിവുകളെ കോടതി എങ്ങനെയാണ് നോക്കിക്കണ്ടത്. കോടതി അത് തെറ്റായ രീതിയിലാണ് നോക്കിക്കണ്ടതെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോയി ആ അപ്പീലിൽ ആ കോടതിയുടെ തെറ്റായ നിഗമനങ്ങളെ ചോദ്യം ചെയ്യാം. അതല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത. അത് വിധി വരട്ടെ, വിധി വന്നു കഴിയുമ്പോൾ കൂടുതൽ പറയാം. പ്രതിപക്ഷ നേതാവ് പരവൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു. ഇന്നലത്തെ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതൊക്കെ നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുടനീളം ഇരുമുന്നണികളെയും പ്രതിസന്ധിയിലാക്കുകയും തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. പക്ഷേ അവസാനം വിധി തീരുമാനിക്കുമ്പോൾ ഇതൊക്കെ ജനത്തിൻ്റെ മനസ്സിലേക്ക് ഏത് വിഷയം കടന്നുവരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതിന് 13-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. എറണാകുളം MP ഹൈബി ഈഡൻ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രമുഖരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. തങ്ങളുടെ ബൂത്തുകളിലേക്ക്, തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് പോകണം, കൂടുതൽ വോട്ടർമാരെ കാണണം. ഹൈബി ഈഡൻ മാധ്യമങ്ങളെ കണ്ടു, വാക്കുകളിലേക്ക്. സംസ്ഥാനത്തെമ്പാടും പൊതുവായ രാഷ്ട്രീയ വികാരം പ്രകടമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിനെ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നഗരസഭയ്ക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമാകും. ഒരു വലിയ വികാരം ജനങ്ങൾ പ്രകടിപ്പിക്കും. നഗരജീവിതം, urban പ്ലാനിങ്ങിലെല്ലാം പരാജയപ്പെട്ട ഒരു കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കൂടി വിലയിരുത്തലുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെള്ളക്കെട്ടാണെങ്കിലും, കൊതുക് ശല്യമാണെങ്കിലും, തെരുവുനായ ശല്യമാണെങ്കിലും, എയർ പൊല്യൂഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന വിഷയങ്ങളിൽ വലിയ നിരാശയാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ കോഴിക്കോടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം പൊതുവിൽ ഒരു വലിയ വികാരമുണ്ട്. SIR ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ നല്ല നമ്പറിൽ വരും. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നത് കൊണ്ട് 2002 ഡ്രാഫ്റ്റ് എന്നുള്ളതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഗുണകരമായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. ഹൈബി ഈഡൻ എറണാകുളം MP ആണ് മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെ പ്രമുഖരൊക്കെ വോട്ട് ചെയ്യാനെത്തുന്നു. ബൂത്തുകളിൽ തിരക്കാരംഭിച്ചിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ജനം തങ്ങളുടെ അവകാശം രേഖപ്പെടുത്താൻ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നാണ് സംസ്ഥാനത്തുടനീളം പ്രത്യേക തെക്കൻ ജില്ലകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മലപ്പുറത്താണ് നമുക്ക് മലപ്പുറം അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അവിടെ ഇന്ന് കൊട്ടിക്കലാശമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും G. ശ്രീജിത്തുണ്ട് കോട്ടയത്ത് നിന്ന്. നമുക്കറിയാം കേരള കോൺഗ്രസുകളുടെ വലിയ പോരാട്ടം നടക്കുന്ന
കോൺഗ്രസിനും CPM-നും ഒക്കെ നിർണായകമായ ഒരു ജില്ലയാണ് കോട്ടയം. വാശിയേറിയ മത്സരമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മേൽക്കൈ നേടിയത് ജോസഫ് ഗ്രൂപ്പാണ്, നമുക്കറിയാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിൻ്റെ ആധിപത്യം കോൺഗ്രസിലെത്തിയതിന് ശേഷവും LDF-ലെത്തിയതിനു ശേഷവും അവിടെ പ്രദർശിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ശ്രീത്ത് വലിയ വാശിയേറിയ പ്രചരണമായിരുന്നു. ഏതായാലും നമുക്ക് 13-ാം തീയതി വരെ കാത്തിരിക്കണം. ഈ പ്രചരണത്തിൻ്റെ ആവേശം രാവിലെ പോളിംഗ് ബൂത്തുകളിൽ പ്രകടമാണോ? ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെയും മാണി ഗ്രൂപ്പിൻ്റെയും ഒക്കെ ശക്തി മേഖലകളിൽ കൂടുതൽ വോട്ടർമാർ എത്തി തുടങ്ങിയോ ബൂത്തുകളിലേക്ക്? രഞ്ജിത്ത്, തീർച്ചയായും പോളിംഗ് ബൂത്തിൽ ആവേശമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഏതാണ്ട് ഒരു 6:30യോടുകൂടി തന്നെ ഇവിടെ എത്തിയതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി നഗരസഭയിലെ വാഴപ്പള്ളിയിലാണ് ഉള്ളത്. വാഴപ്പള്ളിയിലെ ചങ്ങനാശ്ശേരി നഗരസഭയിലെ തന്നെ വാർഡ് 5 ഒപ്പം തന്നെ വാർഡ് 2 ഈ 2 പോളിംഗ് വാർഡുകളിലേക്കുള്ള പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്തായാലും വലിയ തിരക്ക് രാവിലെ 6:30-ക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെയാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വോട്ട് ചെയ്യാനെത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം എത്തിച്ചേരും, ഏതാണ്ട് 7:30യോടുകൂടി എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ പോളിംഗ് ബൂത്തിൽ രാവിലെ തന്നെ ആളുകൾ ഈ വോട്ടെടുപ്പിന് അതായത് 7 മണിക്ക് മുൻപ് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആളുകൾ എത്തി എന്ന് പറയുന്നത് തന്നെ വലിയ ആവേശമാണ്. ഒരുപക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ പരമാവധി കാണിക്കാം എന്ന് കരുതുകയാണ്. ഇവിടെ ഇപ്പോഴും നീണ്ട ഒരു ക്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാർഡ് 2-ലേക്കുള്ള പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. തൊട്ടപ്പുറത്താണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വോട്ട് ചെയ്യുന്നത്. അവിടെയും രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് ഉള്ളത്. നിരവധി കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തീർച്ചയായും രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഒരു പ്രധാന വോട്ടറായി വരുന്നത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കേരള കോൺഗ്രസുകളുടെ പോരാട്ടം എന്നുള്ളത് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തവണ ഈ കോട്ടയത്തെ രാഷ്ട്രീയ പോരിൽ ആര് മുന്നിലെത്തും എന്നുള്ളത്, പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് കഴിഞ്ഞ തവണത്തെ അത്രയെങ്കിലും ഒരു സ്ഥിതി നിലനിർത്താൻ കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ആവേശം ചെറുതാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇടതു മുന്നണിക്ക് അത് കൂടുതൽ ശക്തിയായി മാറും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം സീറ്റിലും ഇടതുമുന്നണി ജില്ലയിൽ ജയിച്ചു. അതായത് UDF-ന്റെ കോട്ടയായ ഇവിടെ ജയിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അത് അങ്ങനെ തന്നെ തുടരുമോ എന്നുള്ളത്, തുടർന്നാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. പ്രായമായവർ അടക്കം രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി അവരുടെ ശാരീരിക അവശതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വോട്ട് ചെയ്യാനെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്തുള്ള അറിയുന്നവരൊക്കെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഒരു സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 78% പോളിംഗോളം ജില്ലയിൽ 73% പോളിംഗ് ആയിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് കൂടുമോ? കഴിഞ്ഞ തവണ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പോളിംഗ് ഒരല്പം കുറഞ്ഞു എന്നുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മറ്റൊരു സാഹചര്യം കൂടിയുള്ളത്, ജില്ലയിലെ വോട്ടർമാരിൽ വലിയൊരു ശതമാനം കഴിഞ്ഞ കുറച്ചു കാലമായി വിദേശങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ട്, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, പഠിക്കാനൊക്കെ പോയവരുണ്ട്. അതൊക്കെ വലിയൊരു വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും കാര്യമായി തന്നെ ബാധിക്കാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു വീറും വാശിയും ഒക്കെ വെച്ച് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഇവരെ എത്തിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ എല്ലാവരും എത്തുമോ എന്ന ചോദ്യം ബാക്കിയാണ്. വോട്ട് എടുപ്പിന് അത്രത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തെ അത്രത്തോളം ആവേശത്തിൽ അവർ കാണുമോ എന്നുള്ളത് പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പോളിംഗിൻ്റെ ശതമാനം ഒരുപക്ഷെ പിന്നെയും താഴാനുള്ള സാധ്യത നമുക്ക് കാണേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി അതാണ് സാഹചര്യം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെയും നമ്മളത് കണ്ടതാണ്. വലിയ വീറും വാശിയും ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും പോളിംഗ് കുറയുന്ന കാഴ്ച, ആകെ അവസാന ഘട്ടത്തിലേക്ക് കണക്കെത്തുമ്പോൾ പോളിംഗ് കുറയുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാവിലെ തന്നെ വോട്ടർമാർ നിരവധിയായി വലിയ ക്യൂ ആയി തന്നെ ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, കോട്ടയത്ത് വലിയ മത്സരം കേരള കോൺഗ്രസുകളുടെ
വിളഭൂമിയായ കോട്ടയം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ UDF-നും LDF-നും വളരെ പ്രാധാന്യമുള്ള, കോൺഗ്രസിനും CPM-നുമൊക്കെ മധ്യകേരളത്തിലൊക്കെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ വലിയ കോട്ടകളായിരുന്ന പല മണ്ഡലങ്ങളും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF-ൽ എത്തിയതിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റം, വലിയ മുന്നേറ്റം LDF-ന് ഇവിടെ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും പാറ്റേണുകൾ വ്യത്യാസമുണ്ട്. നേരത്തെ സതീശൻ പറഞ്ഞതുപോലെ പാറ്റേണുകൾ വ്യത്യാസമുണ്ടായെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ ഒരു ആധികാരിക വിജയം കോട്ടയത്ത് ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അത് എത്തവണ ആവർത്തിക്കുമോ അതോ മാണി ഗ്രൂപ്പ് തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമോ എന്നത് പ്രധാനമാണ്. നേരത്തെ ശ്രീത്തിൻ്റെ ബൂത്തിൽ നിൽക്കുന്ന ബൂത്തിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു ബൂത്ത് കൂടിയാണ്. അവിടെ വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, എറണാകുളത്ത്, കോട്ടയത്ത് ഒക്കെ വലിയ ആവേശം രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയുടെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയ അതേ ബൂത്തിൽ എത്തിയാണ് മേയർ സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുകയും സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും മറ്റും ചെയ്ത്. നേരത്തെ പറഞ്ഞ പോലെ വോട്ടർമാരുടെ ദിവസമാണ് ഇന്ന്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും നിർണായകമായ അവർക്കുള്ള അവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ വോട്ടർമാരൊക്കെ രാവിലെ മുതൽ തന്നെ ബൂത്തുകളിലേക്ക് എന്ന് വേണം കരുതാൻ. വലിയ ഒരു ദിവസമാണ് വിധിദിനം. തങ്ങളുടെ ഭരണാധികാരികൾ ആരാകണം എന്ന് തീരുമാനിക്കേണ്ട ദിവസത്ത് എല്ലാ ആളുകളും എത്തി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെയും ദൃശ്യങ്ങളിൽ കാണാം. ആജ്ഞ രവീന്ദ്രൻ ഉള്ളത് കൊച്ചി കോർപ്പറേഷൻ മേഖലയിലാണ്. കടവന്ത്ര മേഖലയിൽ, ആജ്ഞ കടവന്ത്രയിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനാണ്. അവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ? വോട്ടർമാർ നഗര കേന്ദ്രീകൃതമായ മേഖലയാണല്ലോ. ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലൊക്കെ വോട്ടർമാരുടെ ഒരു വരവുണ്ട്. നഗരത്തിലും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകൾ പലപ്പോഴും കാണാറുണ്ട്. തിരക്കുണ്ടോ? രഞ്ജിത്ത്, നമ്മൾ കടവന്ത്രയിലാണുള്ളത്. ഇവിടുത്തെ സെൻറ്റ് ജോസഫ് സ്കൂളിലുള്ള പോളിംഗ് ബൂത്തിലാണ് നിലവിലുള്ളത്. ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ വലിയ ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലകത്ത് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഇത് LDF-ൻ്റെ സ്ഥാനാർത്ഥി ജോൺസൺ മാഷും UDF-ന് ഡിക്സൺ എന്ന് പറയുന്ന ആളുമാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. ഇവിടെ കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സിനിമാ താരം ഡയറക്ടർ കൂടിയുള്ള തിരക്കഥാകൃത്ത് കൂടിയായ രഞ്ജി പണിക്കർ അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താനെത്തും. രഞ്ജി പണിക്കരുടെ വോട്ട് ഇവിടെയാണ്. എന്തായാലും വലിയ ക്യൂ ആണ്. രാവിലെ തന്നെ അത്യാവശ്യം മോശങ്ങളിലൊക്കെ ക്യൂ ആണ് നമുക്ക് വിസിബിൾ ആവുന്നത്. ഒരു സാഹചര്യം തന്നെയാണ്. കോർപ്പറേഷനെ ഇത്തവണ UDF-നെ സംബന്ധിച്ചിട്ട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ള ടാസ്കുമുണ്ട്. അതുപോലെ തന്നെ LDF-നെ സംബന്ധിച്ചിട്ട് കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതേസമയം വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, സീറ്റുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. വോട്ടുകളുടെ എണ്ണം കൂട്ടണം, അതുപോലെ സീറ്റുകളുടെ എണ്ണം കൂട്ടണം, വോട്ട് ഷെയർ കൂട്ടണം. മണ്ഡല വാർഡ് വിഭജനം കൂടി വന്നതോടുകൂടി ആ ഒരു സാഹചര്യത്തിൽ ഏത് സമയത്താണ് അല്ല ഡീലിമിറ്റേഷൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് വോട്ട് ഷെയറായി പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും എല്ലാവർക്കും ആശങ്കയുണ്ട്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും LDF തുടർഭരണം ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ LDF-നെ സംബന്ധിച്ചിട്ടും ഇത് വലിയ ടാസ്ക്കാണ്. കാരണം ഈ കോർപ്പറേഷൻ നിലനിർത്തുക, കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നൊരു വലിയ ടാസ്ക് കൂടി, ഉത്തരവാദിത്വം കൂടി LDF-നെ സംബന്ധിച്ചിട്ടുണ്ട്. അതേസമയം UDF അങ്ങനെയല്ല. UDF-ന് തിരിച്ചു പിടിക്കണം, കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കണം. BJP-യെ സംബന്ധിച്ചിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വോട്ട് ഉറപ്പിക്കുന്ന ടാസ്കിലാണ് BJP ഉള്ളത്. രഞ്ജിത്ത്, ഏതായാലും എറണാകുളത്ത് രാവിലെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കടവന്ത്രയിലെ ബൂത്തിലാണ് ആജ്ഞ രവീന്ദ്രനുള്ളത്. അവിടെ വോട്ടർമാരുടെ നീണ്ട ക്യൂ കാണാം. മറ്റൊരു വിൻഡോയിൽ കാണുന്നത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നത് ജവഹർ നഗർ LP സ്കൂളിലാണ്. ജവഹർ നഗർ LP സ്കൂളിലെ ബൂത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉള്ളത്. ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ് പ്രമുഖരായ മുന്നണിയുടെ നേതാക്കൾ. നമുക്ക് ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, ഈ ബൂത്തിലും ജവഹർ നഗറിലെ LP സ്കൂളിൽ ഈ ബൂത്തിലും വലിയ ക്യൂ ഉണ്ട്. നമുക്ക് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാം, S. സുരേഷിനെ കാണാം, കോൺഗ്രസിൻ്റെ UDF-ൻ്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയായ ശബരിനാഥനെയും ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആവേശത്തിലാണോ വോട്ടർമാർ?
അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വലിയ നീണ്ട ക്യൂ ആണ് ഗവർണർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട പോളിംഗ് ബൂത്തുകളിലും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ S. സുരേഷിനോടൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ക്യൂവിലുണ്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി തിരികെ ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് VIPs വോട്ട് ചെയ്യുന്ന ഒരു ബൂത്ത് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ ഈ നീണ്ട ക്യൂവിൽ അദ്ദേഹം അവിടെ എത്താൻ കുറച്ചധികം സമയം എടുത്തേക്കാം. കാരണം അത്രയധികം തിരക്കുണ്ട് രാവിലെ ഈ ബൂത്തിലേക്ക് വരുമ്പോൾ. KS ശബരിനാഥൻ എന്നോടൊപ്പം ചേരുന്നു. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. ഓക്കെ, അപ്പോൾ അകത്തു നിന്ന് മറ്റൊരു പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ പലരുണ്ട്, രാജഗോപാൽ അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ അല്പസമയത്തിനകം ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും വലിയൊരു ക്യൂ ആണ്. രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് ഈ പ്രധാനപ്പെട്ട എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും വോട്ടിംഗ് കേന്ദ്രങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നു. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകൾ വിധിയെഴുതുകയാണ്. 7 ജില്ലകളിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്ന് വേണം. രാവിലെ 7 മണി മുതൽ തന്നെ വലിയ ക്യൂ മിക്ക ബൂത്തുകളിലുമുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമ നഗര മേഖലകൾ വ്യത്യാസമില്ലാതെ വലിയ ക്യൂ രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു പൊതു സ്വഭാവമാണിത്. വോട്ടർമാർ രാവിലെ മുതൽ തന്നെ എത്തും. കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിൻ്റെ കാലം കൂടി ഓർക്കണം. കോവിഡിൻ്റെ കാലമാണ്. ജനമൊക്കെ പുറത്തിറങ്ങാൻ പതിയെ പുറത്തിറങ്ങി വന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അവിടെ പോളിംഗ് ശതമാനം എന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സമയമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ജനം കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ മുന്നണികൾക്കുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് രേഖപ്പെടുത്തുക. അല്പസമയത്തിനകം പോളിംഗ് ശതമാനമൊക്കെ എത്തും. ഏതാണ്ട് 1 മണിക്കൂർ, 8 മണിയാകുമ്പോഴേക്ക് ആദ്യത്തെ 1 മണിക്കൂറിലെ പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു കണക്ക് പ്രേക്ഷകർക്കായി എത്തിക്കാൻ സാധിക്കുമെന്ന് വേണം കരുതാൻ. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകൾ കൂടി കാണാം. രാവിലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പുറപ്പെടും മുമ്പ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. VD സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്താനായി ജവഹർ നഗറിലെ LP സ്കൂളിലുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിവിധ തങ്ങളുടെ ബൂത്തുകളിൽ തങ്ങളുടെ സ്ഥലങ്ങളിൽ വോട്ടിംഗ് രേഖപ്പെടുത്താനായി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ജനം ബൂത്തുകളിലേക്ക് ഒഴുകുന്നു. എന്താകും അവരുടെ മനസ്സിലുള്ളത്? 13-ാം തീയതി വരെ കാത്തിരിക്കണം. കേരളം പോളിംഗ് ബൂത്തിലാണ്. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ. വലിയ പ്രചരണങ്ങൾക്ക് ശേഷം 1,32,83,789 വോട്ടർമാർ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. വൈകിട്ട് 6 മണി വരെയാണ് 36,630 സ്ഥാനാർത്ഥികൾക്കായുള്ള വോട്ടെടുപ്പ്. കോർപ്പറേഷനിൽ വിജയതിലകമണിയുമെന്നാണ് സുരേഷ് ഗോപി MP കേന്ദ്രമന്ത്രി പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് വലിയ തിരിച്ചുവരവുണ്ടാകുമെന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ വിവിധ വിഷയങ്ങൾ മാറ്റുരച്ച, വിവിധ വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഇത്രയധികം വിഷയങ്ങൾ ഒരു പക്ഷേ കടന്നുപോയ ഇരുമുന്നണികൾക്കും തിരിച്ചടിയായും മുന്നണികൾക്കും ചർച്ചയായും ഒക്കെ വന്ന ഇത്രയധികം വിഷയങ്ങൾ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി കടന്നു വന്ന പല വിഷയങ്ങളും ജനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതുകൂടി കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ 1-2-3 വാർഡുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 480ഓളം പ്രശ്നബാധിത ബൂത്തുകൾ ഈ തെക്കൻ ജില്ലകളിലുണ്ട് എന്നുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 480ഓളം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ വലിയ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞത്തും പാമ്പാക്കുടയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കില്ല. ഇരു സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് വോട്ടെടുപ്പുകൾ മാറ്റിവെച്ച ഒരു പശ്ചാത്തലം ഒരുങ്ങിയത്.
വലിയ ആത്മവിശ്വാസത്തിൽ മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് എങ്കിൽ അത് LDFന് വലിയ ആത്മവിശ്വാസം നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കാം, സംശയമില്ല. അതേസമയം UDF ആഗ്രഹിക്കുന്നത് ഒരു വലിയ തിരിച്ചുവരവാണ്, ഒരു വമ്പൻ തിരിച്ചുവരവാണ്. സ്ഥിതി മെച്ചപ്പെടുത്താൻ 25% വോട്ടിലേക്ക് എത്തുക, അത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്നത് കഴിഞ്ഞ തവണ 12% നിന്ന് BJP-യൊക്കെ NDA ഒക്കെ അത് ഇരട്ടിയാക്കണം. അതെങ്ങനെ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞതുപോലെ വോട്ടിംഗ് പാറ്റേണിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ട്, എങ്കിൽ അത് തങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ കാഴ്ചകളാണ് ദൃശ്യങ്ങളിൽ കാണാം. KC വേണുഗോപാൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. KC ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കാം, കോൺഗ്രസിൻ്റെ UDFൻ്റെ ആത്മവിശ്വാസം പങ്കുവച്ചേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടു, വലിയ ആത്മവിശ്വാസത്തിലാണ് UDF എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ നമ്മൾ കണ്ടു. സുരേഷ് ഗോപിയാണ് BJPയുടെ ഭാഗത്ത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തിൽ കുറി അണിയും. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു, UDFൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. ഞാനിപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. ഇന്നലെ പാലക്കാടും മലപ്പുറത്തുമായിരുന്നു. കേരളത്തിലാകമാനം ഒരു നല്ല മാറ്റമാണ് ദൃശ്യമായിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതാണ് ജനങ്ങളുടെ പ്രതിഫലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നിലവിലുള്ള സർക്കാരിനോട് അപ്രീതി ജനങ്ങൾക്കുണ്ട്. വ്യക്തമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അപ്രീതി ഉണ്ട്. നിലവിലുള്ള ഭരണത്തോട് മടുപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്താഗതി ജനങ്ങൾക്കുണ്ട്. കൃത്യമായിട്ടും പരിപാടിയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി വന്നിരിക്കുന്നത്. ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് UDFന് അനുകൂലമായ ഒരു വോട്ടുണ്ടാകും. UDF നല്ല മുന്നേറ്റമുണ്ടാകും. ആലപ്പുഴയിലും മാറ്റം ബാധകമല്ല. ഞാൻ പറഞ്ഞ പൊതുവായിട്ടൊരു മാറ്റമാണുള്ളത്. ആ മാറ്റം ആലപ്പുഴയിലും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. സാങ്കേതിക പ്രശ്നമുണ്ട്. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കും, ആ മാറ്റം തൻ്റെ ജില്ലയായ ആലപ്പുഴയിലും പ്രതിഫലിക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു വെക്കുകയാണ്. വലിയ ആത്മവിശ്വാസം KC വേണുഗോപാലിൻ്റെ വാക്കുകളുണ്ട്. ഇതേ ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കുവച്ചത്. CPM നേതാക്കൾ, നമുക്ക് അവരുടെ പ്രതികരണവും അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. പലരും രാവിലെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നവരൊക്കെ ഉണ്ടാകും. വലിയ ആത്മവിശ്വാസത്തിൽ CPM LDF ഒക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ ചർച്ചയായെങ്കിലും അതിനെ മറികടക്കും വിധം പല വിവാദങ്ങളും കടന്നു വന്നപ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ മാധ്യമങ്ങൾ എങ്കിലും മറന്ന ഒരു സമയമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊക്കെ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് വേണം കാത്തിരുന്നു കാണാൻ. 36,630 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന സമയം. 7 ജില്ലകൾ, ഏതാണ്ട് 1 കോടിയിൽ പരം വോട്ടർമാർ, 1,32,83,780 വോട്ടർമാർ. എത്ര ശതമാനം പോളിംഗ് ഉണ്ടാകും? നമുക്ക് നേരത്തെ നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. എല്ലാവർക്കും പരിചയമുള്ള സ്ഥാനാർത്ഥികളാണ് വാർഡുകളിലും മറ്റും മത്സരിക്കുക. സ്വാഭാവികമായും അവർക്ക് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്, കുറച്ചുകൂടി ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കാറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിൻ്റെ ഫലം സ്വാഭാവികമായും നിയമസഭയിൽ ഏത് മുന്നണിക്കാണ് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ കഴിയുക എന്നതിൻ്റെയൊക്കെ ഒരു വളരെ കൃത്യമായ ഒരു ചിത്രം കൂടി വ്യക്തമാകും. ഇന്ന് 9, 11 തീയതിയാണ് വടക്കൻ ജില്ലകളിൽ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുക. 13 തീയതി ഈ വോട്ടെടുപ്പ് പൂർത്തിയായി 1 ദിവസത്തിന് ശേഷം വളരെ കൃത്യമായി വോട്ടെണ്ണൽ നടക്കും. വളരെ കുറഞ്ഞ കാലയളവിലാണ് ഈ പ്രക്രിയകളൊക്കെ പൂർത്തിയാകുന്നത് എന്നും പ്രധാനപ്പെട്ട ഒന്നാണ്.
റിസൾട്ട് 13-ാം തീയതിയാണ്. ആകെ പോളിംഗ് ഇപ്പോൾ 2.04% എന്ന കണക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് തുടക്കത്തിലുള്ള അരമണിക്കൂറത്തെ ഒരു പക്ഷേ പോളിംഗ് ശതമാനമായിരിക്കാം അത്. ഇതുവരെ 2.4% ആളുകൾ 2.04% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. ഇതുവരെയുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, KC വേണുഗോപാൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. വലിയ ആത്മവിശ്വാസം KC പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റ് പ്രമുഖരൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണല്ലോ ആലപ്പുഴ. പൊതുവേ ജില്ലയിൽ നിന്നുള്ള വിവരമനുസരിച്ച് രാവിലെ തന്നെ ബൂത്തുകളിൽ കാര്യമായ തിരക്കുണ്ടോ? നല്ല തിരക്കാണ് രഞ്ജിത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ KC വേണുഗോപാൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പുറത്തേക്ക് വന്നു. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം, അതായത് സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ ഉള്ളത് കൈതവനയിലുള്ള പോളിംഗ് ബൂത്തിലാണ്. രാവിലെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ 18 ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത്. അതിൽ തന്നെ നമുക്കറിയാം 1500ഓളം പേർ ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നമുക്കറിയാം ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ല എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് വേണം 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലൊരു മാറ്റം നേരത്തെ KC വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു മാറ്റം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുമോ എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരിമണൽ കണ്ണും അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കർഷകരുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അത്തരത്തിൽ കാർഷിക മേഖലയും കരിമണൽ ഖനനവും അടക്കമുള്ള വിഷയങ്ങൾ ഇടകലർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും ആവേശകരമായി തന്നെ ആലപ്പുഴയിലും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. ഓരോ സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ആലപ്പുഴയിൽ ഉടനീളം മറ്റ് സംസ്ഥാനത്തെ മറ്റ് ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ആവേശം ഇപ്പോൾ നമ്മൾ ഉള്ളത് നഗരത്തിലെ ബൂത്തിലാണ്. നഗരത്തിലെ ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷകരമായി തന്നെ ആലപ്പുഴയിൽ ആ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകുന്നു. അത് ഏറ്റവും ആവേശകരമായ പ്രചരണമൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എല്ലാ വിഷയങ്ങളും ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ പറയാം. നമുക്കറിയാം സംസ്ഥാനത്തെ മറ്റ് വിഷയങ്ങൾ, അതായത് സർക്കാരിനെതിരായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ആലപ്പുഴയുടേതായ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ആലപ്പുഴയുടേതായ വിഷയങ്ങളുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളിലൊക്കെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും എത്തി നിൽക്കുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ MP വോട്ട് രേഖപ്പെടുത്തി. 8:30 ഹരിപ്പാട് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു ജില്ല കൂടിയാണ്. G സുധാകരൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ, സജി ചെറിയാൻ അടക്കം ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നിരവധി ആളുകൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് എന്നുള്ളതാണ്. അതിനുമൊക്കെ അപ്പുറം സാധാരണ ജനങ്ങൾ അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോൾ ആലപ്പുഴയിലും വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ ജനങ്ങളുടെ ഒരു വലിയ വരവ്, വോട്ടർമാരുടെ വലിയൊരു വരവ് പോളിംഗ് ബൂത്തുകളിലേക്കുണ്ട്. 11,168 വാർഡുകളിൽ ജനം പോളിംഗ് ബൂത്തുകളിലാണ്. കൊല്ലത്തും സമാനമായി തന്നെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമയൻ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഒരു ജില്ലയാണ്. 3 മുന്നണികളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന നിരവധി വാർഡുകൾ അവിടെയുണ്ട്. കൊല്ലം കോർപ്പറേഷൻ കാലങ്ങളായി ഭരിക്കുന്നത് നമുക്കറിയാം LDF ആണ്. ഇത്തവണ ആ ഭരണം ആവർത്തിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ കൊല്ലത്തും UDFും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ബിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരും. ബിനീഷ്, കൊല്ലത്ത് സാധാരണയായി വോട്ടർമാർ രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് കാര്യമായി തന്നെ എത്തും. ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി തിരക്ക് കൂടും. പല ഘട്ടങ്ങളിലും കാണുന്നതാണ്. ഗ്രാമ നഗര മേഖലകളില്ലാതെ, വ്യത്യാസമില്ലാതെ ജനം പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം. എല്ലാ മേഖലകളും ഉണ്ടല്ലോ, ഗ്രാമമേഖല, നഗരമേഖല, മലയോര മേഖലയൊക്കെ അടങ്ങുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ രാവിലെ എന്താണ് അവസ്ഥ? വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ കാര്യമായി ഉണ്ടോ?
തീർച്ചയായും രഞ്ജിത്ത്, രാവിലെ തന്നെ മിക്കയിടത്തും നല്ലൊരു പോളിംഗ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജില്ലയിൽ 1698 വാർഡുകളിലേക്കാണ് ജനവിധി ഉണ്ടാകുന്നത്. ഇതിൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ 4 നഗരസഭകളാണ് ജില്ലയിലുള്ളത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, 68 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് അടക്കം 89 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5000-ൽ പരം സ്ഥാനാർത്ഥികളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 2100 പുരുഷന്മാരും അതുപോലെ തന്നെ 3100-ൽ പരം സ്ത്രീകളുമാണ്. അതുപോലെ തന്നെ 2000 പരം സ്ഥാനാർത്ഥിമാരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കനത്ത പോളിംഗ്, അതുപോലെ തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ജില്ലയാണ്. 22 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ തന്നെ 10 ലക്ഷത്തിൽ പരം പുരുഷൻ വോട്ടർമാരുണ്ട്, സ്ത്രീ വോട്ടർമാർ അതുപോലെ തന്നെ 12 ലക്ഷത്തിൽ പരം സ്ത്രീ വോട്ടർമാരുമുണ്ട്. അപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, 23 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നാണ് കണക്കുകൾ. അതുപോലെ തന്നെ പ്രവാസികളുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ പോളിംഗ് നടക്കുന്ന, വലിയ രീതിയിൽ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് കോട്ടയായി മാറിയ സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ.കെ. പ്രേമചന്ദ്രനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ ഇലക്ഷൻ വിജയിപ്പിക്കുക, പാർലമെൻറ്റ് ഇലക്ഷൻ വിജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് രാവിലെ തന്നെ എൻ.കെ. പ്രേമചന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തി. 2010 ആവർത്തിക്കും എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വലിയ രീതിയിലുള്ള ജനവിധി യു ഡി എഫ് ഉണ്ടാകും എന്ന് പറയുന്നു. എന്തായാലും അതിശക്തമായ മത്സരം, പ്രമുഖരെല്ലാം തന്നെ അല്പസമയത്തിനകത്ത് തന്നെ വോട്ട് ചെയ്യാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് എത്തും. മന്ത്രിമാരുള്ള ജില്ലയാണ്. പത്തനാപുരത്താണ് കെ പി ഗണേഷ് കുമാർ വോട്ട് ചെയ്യുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിലാണ്. അതുപോലെ ചിഞ്ചുറാണി ഉണ്ട്, നീരാവിലാണ് ചിഞ്ചുറാണി വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇവരെല്ലാം തന്നെ 10 മണിക്കകം അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. അതുപോലെ തന്നെ വോട്ടർമാർ വലിയൊരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീരദേശങ്ങളിലും മലയോര മേഖലകളിലടക്കം വലിയ കനത്ത പോരാട്ടമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നിശബ്ദ പ്രചരണം പോലും പോരാട്ട വീര്യം ഒട്ടും ചോരാതെ തന്നെയായിരുന്നു. നിശബ്ദ പ്രചരണം പോലും അവർ പ്രചരണം നടത്തി അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ വോട്ടുകളെല്ലാം തന്നെ അവർ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. കൃത്യമായിട്ടുള്ളൊരു മുന്നേറ്റം 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും വലിയൊരു മുന്നേറ്റം, വലിയൊരു ആത്മവിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ വിനീഷ്, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ജവഹർനഗറിലെ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. BJPയുടെ ഔദ്യോഗിക പ്രതികരണം സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആദ്യത്തെ വോട്ടാണ് കേരളത്തിൽ. അതെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഭരണഘടനയിലും എല്ലാ 5 കൊല്ലം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അവരെ പ്രശ്നങ്ങളും അവരെ ഇഷ്യൂസ് എല്ലാം ചിന്തിച്ച് അവരുടെ ഭാവി കുറിച്ച് ആലോചിച്ച് ഒരു വോട്ട് കൊടുക്കാൻ ഒരു അവസരം. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഒന്ന് വന്ന് എല്ലാവരും ഇറങ്ങി ഒരു വോട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ നാടിനും വേണ്ടി ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അത് ഞാൻ 13-ാം തീയതി വൈകുന്നേരം ഞാൻ പറഞ്ഞുതരാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സംബന്ധിച്ച് ഒരു പ്രവചനത്തിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. 13-ാം തീയതി വൈകുന്നേരം പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്തി. മറ്റാളുകളൊക്കെ വോട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരണം, എല്ലാവരും വോട്ട് ചെയ്യണം എന്ന ആഹ്വാനവും നടത്തിയാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രതിനിധികളും വിവിധ ജില്ലകളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ നമ്മളുടെ പ്രതിനിധികൾ കാത്തു നിൽക്കുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്താൻ ജനവും ബൂത്തുകളിലേക്ക് ഒഴുകുകയാണ്. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം.
ജപ്പാനിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനം. വടക്കൻ ജപ്പാനിലെ മിസാവയ്ക്ക് സമീപമാണ് പ്രഭവകേന്ദ്രം. രാജ്യത്ത് വൻ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. 90,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. അജയ് സുധാ ബിജു ചേരുകയാണ് വിവരങ്ങളുമായി. അജയ് സുധാ ബിജു, വലിയ ഭൂചലനമാണ്. 7.6 പ്രകമ്പനമെന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവമേറിയ ഒന്നാണ്. എന്താണ് അവസ്ഥ? രഞ്ജിത്ത്, നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുന്നത് ഈ ഭൂചലനങ്ങൾ അതുപോലെ തന്നെ സുനാമി തിരമാലകൾ ഇതിൻ്റെ എല്ലാം ഭീഷണികൾ നിരന്തരം നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇന്നലെ രാത്രി പ്രാദേശിക സമയം 11:15 ഈ വൻ പ്രകമ്പനം രേഖപ്പെടുത്തിയ ഈ ഭൂചലനം ഉണ്ടായത്. പല സ്ഥലങ്ങളിലും ഇത് കടലിനുള്ളിലാണ് ഈ ഭൂചലനം ഉണ്ടായതെങ്കിലും ഇത് കരയിലും ഇതിൻ്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു. രാജ്യത്ത് വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും ഈ പ്രകമ്പനം ഉണ്ടായതിൻ്റെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആളുകൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭൂചലനത്തിൽ ഇതുവരെ 35 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. ഇതുവരെ മരണമൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ഭൂചലനത്തെ തുടർന്ന് വൻ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. വടക്ക് കിഴക്കൻ ജപ്പാന്റെ തീരത്തായിട്ടാണ് ഈ ഭൂചലനം ഉണ്ടായത്. ഈ തീരത്ത് നിന്ന് 80 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂചലനം ഉണ്ടായതെന്നും വിവരമുണ്ട്. നിലവിൽ ഈ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് 90,000 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ നഗരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഹൊക്കൈഡോവ അതുപോലെ തന്നെ അമോരി, ഇവാറ്റെ പ്രവിശ്യകളിലാണ് പ്രധാനമായിട്ടും ഈ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പുള്ളത്. 3 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ ഉള്ള അറിയിപ്പ്. എന്നാൽ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സുനാമി തിരമാല മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പ്രവിശ്യകളിലും ഈ സുനാമി മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇന്നലെ രേഖപ്പെടുത്തിയ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ചലനത്തിന് പുറമെ 3 തുടർ ചലനങ്ങൾ കൂടി ഈ സമുദ്രത്തിന്റെ പല ഭാഗങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രകമ്പനം എന്ന് പറയുന്നത് 5.5 തീവ്രതയും 5 തീവ്രതയും അതുപോലെ തന്നെ 4.8 തീവ്രതയും രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനങ്ങളാണ് സമുദ്രത്തിൻ്റെ പല മേഖലകളിലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കാരണം പുതിയ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടും അതുപോലെ തന്നെ സമുദ്രനിരപ്പ് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടും നിലവിൽ അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജപ്പാനിൽ വൻ ഭൂചലനം, അതിൻ്റെ പ്രകമ്പനങ്ങൾ, അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വരുന്ന വാർത്താ ബുള്ളറ്റിനുകളിൽ അത് വിശദമായി തന്നെ പ്രേക്ഷകർക്ക് എത്തിക്കാം. ഒപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.